ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു തക്കാളി ചോറാണ്, ഒരു ടൊമാറ്റോ റൈസാണ്. അപ്പോൾ അധികം സ്പൈസസ് ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ തക്കാളി ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഇത് അടുപ്പത്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഓയിൽ യൂസ് ചെയ്യുക വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഓയിൽ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചെറിയ ജീരകം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർത്തിരിക്കുന്നത്. 2 ഉണക്കമുളക് ചേർക്കാം. 1 പിടി കറിവേപ്പില ചേർക്കുക. 2 ചെറിയ സവാള ചേർക്കാം. സവാള ഒന്ന് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതാണ്, നന്നായിട്ട് നല്ല ഫൈനായിട്ട് ചതച്ചതാണ് ചേർക്കുന്നത്. പേസ്റ്റ് ആണെങ്കിൽ ഇത്ര തന്നെ ചേർക്കണ്ട. ഇപ്പോൾ ചതച്ചിട്ട് ചേർക്കുകയാണ് ഇത്രയും ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി ഉണ്ടായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യമേ ചേർക്കുക, എന്നാൽ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കായം കേട്ടോ, ഒരു നുള്ള്. കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട, പക്ഷേ അത് നമ്മുടെ ഒരു നാടൻ ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ ഒരു 3 നല്ല പഴുത്ത വലിയ തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി തക്കാളി പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങളിനി ഉപ്പ് ബാക്കി ചേർക്കാൻ ഉണ്ടെങ്കിൽ ഈ തക്കാളിയുടെ കൂടെ ബാക്കിയുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിക്ക് പുളി കൂടുതലുണ്ടെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ 3 തക്കാളി എന്ന് പറഞ്ഞത് എനിക്ക് കറക്റ്റാണ്. നല്ല പഴുത്ത നല്ല ചുവന്ന തക്കാളിയാണ്. അപ്പോൾ നിങ്ങൾ നാടൻ തക്കാളിക്ക് പുളി കൂടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് തക്കാളിയുടെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടി ചേർക്കണം. ഇപ്പോൾ ആ തക്കാളി നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. എന്നാൽ ചോറിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. തക്കാളി നല്ല പേസ്റ്റ് പോലെ ആക്കി കഴിഞ്ഞാൽ നല്ല ആ ചോറിലേക്ക് നന്നായിട്ട് പിടിക്കും അത്. അപ്പം അതിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ അതാ ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ വെള്ളത്തിൽ തക്കാളി നന്നായിട്ട് വെന്തിട്ട് അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം. വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് ആ എണ്ണ തെളിയണം. കണ്ടില്ലേ, ഒട്ടും വെള്ളമൊന്നുമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർക്കാം. ഇപ്പോൾ ഈ സാദം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഒരു തമിഴ് വിഭവങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ മല്ലിയില ചേർക്കും. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാട്ടോ. ചില ആൾക്കാർക്ക് സാദത്തിലൊന്നും ഗരം മസാല ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ അതില്ലാതെ ഉണ്ടാക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, ഒരു പ്രശ്നവുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ആ നെയ്യ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും, ഈ റൈസിൻ്റെ ടേസ്റ്റ് കൂട്ടും. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലാത്തവർ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട കേട്ടോ, ഒഴിവാക്കാം. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചോറ് വേവിക്കുമ്പോഴാണ്. നമ്മൾ സാധാരണ തൈര് സാദത്തിനൊക്കെ നല്ല കൂടുതൽ വേവിക്കേണ്ടത്. ഇതാവുമ്പോൾ അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. ചോറ് ഒട്ടും വേവ് കൂടാൻ പാടില്ല, വെവ്വേറെ നിൽക്കണം. അതിൻ്റെ ഓരോ വറ്റും വെവ്വേറെ നിൽക്കുന്ന രീതിയിൽ വേണം വേവിക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 കപ്പ് പച്ചരി ചോറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബാസ്മതി അരിയുടെ ചോറ് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരിയുടെ ചോറും ഇതിൽ ചേർത്തിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. വെന്ത് കുഴഞ്ഞു പോകരുത്. ചുരുക്കം പറഞ്ഞാൽ ഏത് അരി വെച്ചിട്ടും നമുക്ക് തക്കാളി സാദം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിനു മുന്നേ പ്രഷർ കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറ് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരെ തീർച്ചയായിട്ടും കണ്ടു നോക്കണം, പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് സാധത്തിൽ നല്ലെണ്ണയുടെ ആ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നല്ലെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാ വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അവസാനം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തതാണ് ചേർക്കുന്നത്. നെയ്യിൽ അല്ലെങ്കിൽ സാധാരണ ഓയിലിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത്, അപ്പോൾ ഒരു ബൈറ്റൊക്കെ കിട്ടും കഴിക്കുമ്പോൾ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതേപോലെ നിങ്ങളുടെ കയ്യിൽ പീനട്ട്സ് ഉണ്ടെങ്കിൽ അത് നിലക്കടലല്ലേ അതായാലും ഒന്ന് വറുത്തിട്ട് ഇതിൽ ചേർക്കാവുന്നതാണ്. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം പീനട്ട്സ് അല്ലെങ്കിൽ കാഷ്യൂ നട്ട് ചേർത്താൽ മതി. അവസാനം ഞാൻ ഒരു സ്പൂൺ കൂടി നെയ്യ് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. റൈസൊക്കെ എല്ലാം പാകമായതിൻ്റെ ശേഷം ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെയ്യ് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ മാത്രം ഒരു പപ്പടോ എന്തെങ്കിലും മതി. കുറച്ച് റേറ്റ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക് യു.